തൃശൂർ ആളൂരിൽ പോലീസ് ജീപ്പ് പിടിച്ച് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. അതിൽ 16 വയസ്സുകാരൻ മരിക്കുകയും ചെയ്ത സംഭവത്തിൽ സർക്കാരിനെതിരെ ആരോപണവുമായി കുടുംബങ്ങൾ. ധനസഹായം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല എന്നും കുറ്റവാളികളായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്നും കുടുംബം ആരോപിക്കുന്നു. കഴിഞ്ഞ മാസം 15-നാണ് ആളൂർ പോട്ട റോഡിലൂടെ ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കുട്ടികളെ ഡാൻസ് ഓഫ് സംഘത്തിന്റെ വാഹനമിടിച്ചത്. അപകടത്തിൽ 16 വയസ്സുകാരൻ ജൂവിനും കൂടെയുണ്ടായിരുന്ന അനന്തുവിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 23-ന് ചികിത്സയിലിരിക്കെ ജൂവിൻ മരണപ്പെടുകയും ചെയ്തു. അനന്തു ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. രണ്ടുപേരുടെയും ചികിത്സയ്ക്കായി കുടുംബത്തിന് ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വന്നു. സർക്കാരിനോട് ധനസഹായം ആവശ്യപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഒരു വണ്ടി ഇടിച്ചു കഴിഞ്ഞിട്ട് ആരും തിരിഞ്ഞു, പോലീസുകാർ തന്നെ ഇറങ്ങി ഹെൽപ്പ് ചെയ്യുക ഒന്നും ചെയ്തില്ല. ആൾക്കാരൊന്ന് ഒച്ചുണ്ടാക്കിയതിന് ശേഷമാണ് ഒരു വണ്ടിയിൽ തന്നെ ഇറങ്ങിയുള്ളൂ. പിന്നെ ഇവർക്ക് കടന്നു പോകാൻ വണ്ടി ബാക്കിലെ വണ്ടി സ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡിക്കേറ്റർ തിരിഞ്ഞ് കഴിഞ്ഞു. വണ്ടി ഫുള്ളായിട്ട് കടന്നു കഴിഞ്ഞ വണ്ടിയുടെ ബാക്ക് സൈഡിലാണ് ഇടിച്ചാണ് ഇവർ. അതും ആ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ഇടിച്ചാണ്. അതും ഓവർ സ്പീഡായിരുന്നു. പിന്നെ ഇവർ കൊണ്ടുപോയതും ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോയിട്ടില്ല. കൊണ്ടുപോയത് സാധാ ഏതോ മറിയിലെ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്നത്. അത് ഇവർക്ക് ഇത്രമാത്രം വിവരങ്ങളും ഇത്രമാത്രം കാര്യങ്ങൾ അറിയണ ആൾക്കാരാണ്, പോലീസുകാരാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ഇവരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഒരു 3-4 ദിവസത്തേക്ക് 4ാമത്തെ ദിവസം വരെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളൊന്നും ആരും ഞങ്ങളെ ബന്ധപ്പെട്ടില്ല. MLA അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അങ്ങനെയുള്ള ലെവലിലുള്ള ആരും നമ്മൾ അന്വേഷിച്ചിട്ടില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും നമ്മളെ ബന്ധപ്പെട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ 4ാമത്തെ ദിവസം MLAനെ ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് ഞങ്ങൾ MLAയെ വിളിക്കുകയും MLA അവിടെ വരികയുണ്ടായി. 2 സ്ഥലത്തും വന്നിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് ആശ്വാസവാക്കുകൾ തന്നു. അതോടൊപ്പം ഞങ്ങൾ 2 കൂട്ടരും ഞങ്ങൾക്ക് ആ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന സാഹചര്യം വെച്ച് കണ്ണീരുകൊണ്ട് ഞങ്ങൾ ചാലിച്ച് അദ്ദേഹത്തിന് ഒരു കത്ത് കൈമാറി. ആ കത്ത് കൈമാറിയത് ഒരു കത്ത് MLAയ്ക്കും, ഒരു കത്ത് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിക്കും, ഒരു കത്ത് ആഭ്യന്തരമന്ത്രിക്കുമായിരുന്നു. ഈ കത്ത് അദ്ദേഹം അവർക്ക് കൈമാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. പോലീസ് വാഹനം അമിത വേഗതയിലായിരുന്നുവെന്ന നാട്ടുകാരും പരാതി പറഞ്ഞിരുന്നു. പേരിന് അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും കേസ് ഒതുക്കി തീർക്കാനാണ് ശ്രമമെന്നും കുടുംബം പറയുന്നു. സ്ഥലം MLA നിയമസഭാ യോഗത്തിൽ സബ്മിഷൻ അവതരിപ്പിച്ചെങ്കിലും കുട്ടികളുടെ ഭാഗത്ത് തെറ്റുണ്ടായി എന്ന രീതിയിലാണ് കാര്യം അവതരിപ്പിച്ചത്. പോലീസിനെ സംരക്ഷിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും കുടുംബം ആരോപിക്കുന്നു. മന്ത്രി OJ ജനീഷ് ഉൾപ്പെടെ മരണപ്പെട്ട ജൂവിന്റെ വീട്ടിലെത്തി കുടുംബത്തെ കണ്ടെങ്കിലും പിന്നീട് ഒരു അന്വേഷണവും ഉണ്ടായില്ലെന്ന കുടുംബം പരാതി പറയുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ.